Good morning, students. നമുക്ക് mass and center of gravity ഒരു പ്രോബ്ലം ചെയ്യാം. A triangle lamina with vertices 0, 0, 0, 1 and 1, 0 has a density function delta of xy is equal to xy. Find its total mass center of gravity. അപ്പോൾ ഇവിടെ നമുക്ക് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മാസ് is equal to double integral r delta of xy d. ഇതാണ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ വൈ ബാർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/m ഡബിൾ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് വൈ ഡി. ഇനി വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/m ഡബിൾ ഇന്റഗ്രൽ ആർ വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് വൈ ഡി എന്നാണ് ഫോർമുല. ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലാസ് നമ്മൾ ഇതിൽ എഴുതി വെച്ചു. ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കാനായിട്ട് ഡബിൾ ഇന്റഗ്രൽ ഡെൽറ്റ എക്സ് വൈ എന്താണ്? എക്സ് വൈ ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി വൈ ഡി എക്സ് എടുക്കാം. നിങ്ങൾ ഡി എക്സ് ഡി വൈ എടുത്താലും കുഴപ്പമില്ല, ഏത് വഴിക്കും കൊടുക്കാം. അപ്പോൾ ഡി വൈ ഡി എക്സ്. ഇനി നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ പോയിന്റ് 0, 0 ആണ് ആദ്യത്തെ പോയിന്റ്, ഒറിജിൻ 0, 0. പിന്നെ ഈ ഒരു പോയിന്റ് 1, 0 ആണ്. ഈ ഒരു പോയിന്റ് 0, 1 ആണ്. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഇതാണ് നമ്മുടെ ഏരിയ, റീജിയൻ അതാണ്. ഇനി ഇത് 1, 0യും ഇത് 0, 1 ആണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്താണ്? ഇത് എക്സ് ഇന്റർസെപ്റ്റ് 1ഉം വൈ ഇന്റർസെപ്റ്റ് 1ഉം. നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. അപ്പൊ എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 1 ഈസ് ഈക്വൽ ടു 1. therefore എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1. ഈ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വൈയുടെ ലിമിറ്റ് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഒരു പാരലൽ സ്ട്രിപ്പ് വരയ്ക്കുക. സ്ട്രിപ്പ് പാരലൽ ടു വൈ ആക്സിസ്. അപ്പൊ ഇവിടെ ലോവർ പോർഷൻ ടച്ച് ചെയ്യുന്നത് 0-യിലാണ്, അപ്പർ പോർഷൻ ടച്ച് ചെയ്യുന്നത് ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1-ലാണ്. അപ്പൊ ഈ പോയിന്റ് 1 - x ആണ്. ഇനി എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. ഇനി നമുക്ക് സാധാരണ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ഇവാലുവേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 - x എക്സ് ഇൻറ്റു വൈന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. ഇതിന്റെ ലിമിറ്റ് എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് 0 to 1 - x dx. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 1/2 നമ്മൾ പുറത്തേക്ക് എഴുതി. 1/2 പുറത്തേക്ക് എഴുതാം. ദെൻ എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന് പകരം 1 - x ദ ഹോൾ സ്ക്വയർ. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. dx. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ 1/2 ഇന്റഗ്രൽ 0 to 1 x into 1 plus x square minus 2x dx. That is 1/2 integral 0 to 1 x plus x cube minus 2x square dx. Bracket open ചെയ്തു. ആദ്യത്തെ ടൈം x കിട്ടി, രണ്ടാമത്തെ ടൈം x cube കിട്ടി, മൂന്നാമത്തെ ടൈം 2x square കിട്ടി. This is equal to 1/2. നമ്മൾ ആദ്യത്തെ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2. രണ്ടാമത്തെ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4/4. മൂന്നാമത്തെ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ 2x cube by 3. ആദ്യത്തെ ടൈമിൽ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ x square by 2, x ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ x raised to 4/4, x ക്യൂബിന് x square ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ 2x cube by 3. then 0 to 1. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുത്ത് അതിന്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് that is 1/2. അപ്പർ ലിമിറ്റ് എത്രയാണ്? എക്സ് 1 ആണ്. അപ്പൊ 1/2 പ്ലസ് 1/4 പ്ലസ് മൈനസ് 2/3. ഇത് 3 ഉള്ളൂ. ലോവർ ലിമിറ്റ് ഇല്ല. therefore 1/2 ഇൻറ്റു ഇവിടെ 4 8 9 20 24 LC ആയിട്ട് എടുക്കാം. 24 2 പ്രാവശ്യം അടങ്ങും 12. അപ്പൊ 12 വരും. 24 4 പ്രാവശ്യം അടങ്ങും 6 പ്രാവശ്യം അടങ്ങും. അപ്പൊ 6 എടുക്കാം. 6 4 24. 24 3 എത്ര പ്രാവശ്യം അടങ്ങും? 8 പ്രാവശ്യം അടങ്ങും. അപ്പൊ 8 2 16. That is 1/2 into ഇവിടെ 12 plus 6 18 minus 16. That is equal to 2/24. അപ്പോൾ 2ഉം വെട്ടിക്കളഞ്ഞു. നമുക്ക് എത്ര കിട്ടി? 1/24 കിട്ടി. അപ്പോൾ മാസിന്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1/24. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. അടുത്ത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. എക്സ് ബാർ കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ് ബാർ കാണാനുള്ള ഫോർമുല എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1/m. ഇവിടെ m എന്ന് പറഞ്ഞാൽ എത്രയാ? 1/1/24 ആണ്. 1/1/24 ഡബിൾ ഇന്റഗ്രൽ
x into xy dy dx. ഇവിടെ വൈയുടെ ലിമിറ്റ് എന്താന്ന് പറഞ്ഞാൽ 0 to 1 മൈനസ് എക്സ്. എക്സിന്റെ ലിമിറ്റ് എന്താന്ന് പറഞ്ഞാൽ 0 to 1. ഇനി നമുക്ക് ഇവിടെ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈ 24 മുകളിലോട്ട് കയറും. അപ്പൊ 24 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 ദെൻ ഇന്റഗ്രൽ നമുക്കത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ആണ്. എക്സ് സ്ക്വയർ വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 0 to 1 മൈനസ് എക്സ് dx. Then ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 24 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 ഈ 2 നമ്മൾ പുറത്തേക്ക് എഴുതി. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ dx കിട്ടി. ദാറ്റ് ഈസ് 24 by 2 എത്രയാണ്? 12 ആണ്. Therefore integral 0 to 1 x square into 1 plus x square minus 2x dx. That is 12 into integral 0 to 1 x square plus x raised to 4 minus 2x cube dx. ഇനി അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 12 into x square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x cube by 3. x raised to 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 5 by 5 minus 2 into x raised to 4 by 4. 0 to 1. That is 12 into that is 12 into that is equal to ആദ്യം നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 by 3 വരും. ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 by 5 വരും. അടുത്ത കേസിൽ ഇവിടെ 2ഉം 4ഉം വിട്ട് കളഞ്ഞു 1 by 2 വരും. അപ്പോൾ 1 by 2 എന്ന് വരും. അപ്പോൾ 1 by 3 പ്ലസ് 1 by 5 മൈനസ് 1 by 2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 ഇൻറ്റു നമുക്ക് ഇവിടെ LCM 13 15 30 LCM ആയിട്ട് എടുക്കാം. 30 LCM ആയിട്ട് എടുത്താൽ 30ൽ 3 എത്ര പ്രാവശ്യം ഇറങ്ങും? 10 പ്രാവശ്യം. 30ൽ 5 എത്ര പ്രാവശ്യം ഇറങ്ങും? 6 പ്രാവശ്യം. 30ൽ 2 15 പ്രാവശ്യം. 15. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 12 ഇൻറ്റു 10 പ്ലസ് 6 എത്രയാ? 16 മൈനസ് 15. 16 മൈനസ് 15 എന്ന് പറയുമ്പോൾ 1 by 30. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 12 by 30 എന്ന് കിട്ടും. 12 by 30 നമുക്ക് 12 ഇൻറ്റു 1 by 30 എന്ന ആൻസർ കിട്ടും അല്ലേ? അപ്പോ ശരിയാണ്. ഇവിടെ പുറത്ത് എന്താണ് വന്നിരിക്കുന്നത്? 1/2 ആണ് വന്നിരിക്കുന്നത് അല്ലേ? ആ ശരിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്സ് ബാർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് ബാറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? 12 by 30 കിട്ടി. എക്സ് ബാറിന്റെ വാല്യൂ 12 by 30 കിട്ടി കേട്ടോ. 12 by 30 വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 3 കൊണ്ട് വെട്ടി കഴിയുമ്പോൾ 4 3 12 ഇവിടെ 10 വരും. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 by 5 വരും. അപ്പൊ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 2 by 5 എന്ന് ആൻസർ കിട്ടും. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 2 by 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി നമുക്ക് അതുപോലെ തന്നെ അടുത്ത് വൈ ബാർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് ബാറിന്റെ വാല്യൂ ഇവിടെ എഴുതി വെച്ചേക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എത്രയാണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 12 by 30. ഈ 12 by 30 നമ്മൾ ഇങ്ങനെ എഴുതി ചുരുക്കി ചെയ്തിട്ട് 4 by 10 എന്ന് എഴുതി. 4 by 10 നമ്മൾ എന്ത് എഴുതി? 2 by 5. നമ്മുടെ ആൻസർ എത്രയാണ്? 2 by 5 എന്നാണ് എക്സ് ബാറിന്റെ ആൻസർ. ഇനി അതുപോലെ നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കാം. വൈ ബാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വൈ ബാർ ഇസ് ഈക്വൽ ടു 1 by m. 1 by m എന്ന് പറയുമ്പോൾ എമ്മിന്റെ വാല്യൂ 24 ആണ്. 24 മുകളിൽ വരും. ഡബിൾ ഇന്റഗ്രൽ y ഇൻറ്റു എക്സ് വൈ ഡി വൈ ഡി എക്സ്. വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to 1 മൈനസ് എക്സ്. എക്സിന്റെ ലിമിറ്റ് എന്താണ്? 0 to 1. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 24 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1. ഇവിടെ y ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു y ക്യൂബ് ബൈ 3 എന്ന് വരും dx. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ 3 നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ 24 by 3 എന്നുള്ളത് 8 എന്ന് എഴുതാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 then എക്സ് ഇൻറ്റു വൈക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ്. വൈക്ക് ലിമിറ്റ് വൈക്ക് 1 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് മൈനസ് 0 dx.
That is h into integral 0 to 1 x into 1 minus x whole cube expand ചെയ്യണം. a minus b whole cube expansion എന്താണ്? a cube minus 3a square b plus 3ab square minus b cube ആണ് ആൻസർ. അപ്പൊ ആ ഒരു ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ 1 വരും ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം നമുക്ക് 3x വരും, അടുത്ത ടേം നമുക്ക് 3x സ്ക്വയർ വരും, അടുത്ത ടേം നമുക്ക് x ക്യൂബ് എന്ന് വരും into ds. Then 8 നമ്മൾ x ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ഇന്റഗ്രൽ 0 to x minus 3x square plus 3x cube minus x raised to 4 dx. Okay. That is നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ h into x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2, 3x square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x cube by 3, 3x cube ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x raised to 4 by 4, x raised to 5 നെ 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 5 by 5. ലിമിറ്റ് എന്താണ്? 0 to 1 ആണ്. Then h into ആദ്യം നമുക്ക് 1/2 വരും, ഇവിടെ 3 3 വെട്ടി 1 വരും, പ്ലസ് ഇവിടെ നമുക്ക് 3/4 വരും, ഇവിടെ നമുക്ക് 1/5 വരും. അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിന്റെ LCM എടുക്കണം. LCM നമുക്ക് എന്തെടുക്കാം? h into 4 8 ഉണ്ടെങ്കിൽ 40 LCM എടുക്കാൻ വേണ്ടി 40 LCM എടുത്ത് 40 2 പ്രാവശ്യം 20 പ്രാവശ്യം 20 വരും. 40 40 ഇവിടെ 40 ഇവിടെ 1/1 ആണ്. 40 4 10 പ്രാവശ്യം 3 30, 40 5 8 പ്രാവശ്യം അപ്പൊ 8. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? h into ഇവിടെ 20 plus 30 എത്രയാ? 50 minus 40 minus 8 എത്രയാ? 48 divided by 40. That is h into 8/40 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 5 വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ 5 വരും. ഇവിടെ 50 minus 48 എത്രയാണ് ആൻസർ? 2/5 വരും. അപ്പോൾ y ബാറിന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടണേ? 2/5. y ബാറിന്റെ ആൻസർ നമുക്ക് 2/5 ആണ്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Therefore center of gravity x bar y bar is equal to 2/5. മാസ് എത്ര കിട്ടിയത് നമുക്ക്? മാസ് എന്ന് പറയുന്നത് 1/24. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഡബിൾ ഇന്റഗ്രലിന്റെ പ്രോബ്ലം തന്നെയാണ്. നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. മാസ് കാണാൻ ഡബിൾ ഇന്റഗ്രൽ ആർ ഡെൽറ്റ എക്സ് ബൈ ഡി എ. സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഫോർമുല എക്സ് ബാർ വൈ ബാർ. എക്സ് ബാർ കാണണമെങ്കിൽ ഈ മാസിനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? 1/m കൊണ്ട് ഹരിക്കണം. 1/m into ഡബിൾ ഇന്റഗ്രൽ ആർ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡി എ. അതായത് ഡബിൾ ഇന്റഗ്രൽ ആർ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡി എനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? എം മാസ് കൊണ്ട് ഹരിക്കണം. അതുപോലെ വൈ ബാർ കാണണമെങ്കിലോ ഡബിൾ ഇന്റഗ്രൽ ആർ വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡി എനെ മാസ് കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? മാസിന്റെ ആൻസർ 1/24 ഉം സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആൻസർ 2/5. എല്ലാവരും എഴുതിയെടുക്കാം. ഇതൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ.